ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും നെഞ്ചിലേറ്റി നിറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഒത്തിരി പേര് കണ്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോ കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളാണ് കേട്ടോ. ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാൻ ചായ വെക്കാൻ പോവാട്ടോ. ചായ ഇന്ന് ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ടീ ഇട്ടിട്ടുള്ളൊരു ചായയാണ് ഇന്ന് വെക്കാൻ പോണത്. ഞാനെന്താ നല്ല ഡ്രസ്സിലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇന്നലത്തെ പോലെ തന്നെ, ഇന്നലെയല്ല മിഞ്ഞാന്നത്തെ പോലെ തന്നെ ഇന്നലെയും നമ്മൾ ഓണാഘോഷ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരള സമാജത്തിൽ പോയി വന്നപ്പോൾ പിന്നെയും ലേറ്റായി. അപ്പോൾ ഈ ഇട്ട ഡ്രസ്സിൽ തന്നെ അവിടെ കിടന്നുറങ്ങി. എന്താ വെച്ചാൽ ഭയങ്കര ടയേർഡായിരുന്നു പോയി വന്നപ്പോൾ. ഇന്നലെ ആരവം എന്ന് പറഞ്ഞിട്ട് നാടൻ പാട്ട് മത്സരമല്ല, നാടൻ പാട്ടുകളായിരുന്നു ഇന്നലെ. ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ അവിടെ നിന്ന് എടുത്ത കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ഒക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഷുവറാണ്. പിന്നെ ഇന്നലെ ഞാൻ ചായ ഉണ്ടാക്കട്ടെ എന്നിട്ട് പറയാമേ. ഇത് ഗ്രീൻ ടീ, നല്ല രസമാട്ടോ ഈ ഗ്രീൻ ടീ. ലിപ്റ്റൺ ഗ്രീൻ ടീ ആണ്. ഏലക്കായയുടെ മണമൊക്കെ ഉണ്ട്, നല്ല രസമാണ് ഇത്. എനിക്ക് പാൽ ചായ കുടിച്ച് മടുത്തു കേട്ടോ. അപ്പം ഞാൻ പഞ്ചസാര കൂടെ ഇട്ടെ. പഞ്ചസാര സ്പൂൺ എടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ പോണ സമയത്ത് കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നടന്നിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ആ കാഴ്ചകളൊക്കെ, ഞാൻ പോണ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് പോയി അത് കണ്ടിട്ട് പോയോ. അപ്പോഴേക്കും ഞാൻ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. ഇന്നും കേരള സമാജത്തെ ഒരു പരിപാടിയുണ്ട്, അതിന് പോവാണ്. ഹലോ. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഒരു പള്ളിയുടെ, ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിലാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സെന്റ് മേരീസ് ചർച്ചിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബഹ്റൈനിൽ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. ഹിന്ദു ആരാധനാലയങ്ങളായിക്കോട്ടെ, അതുപോലെ ക്രിസ്ത്യൻസ് ആയാലും. ഇത്രയേറെ മതസൗഹാർദ്ദപരമായ ഒരു അറബ് രാജ്യം അത് ബഹ്റൈനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്ത് സൗഹാർദ്ദപരമായിട്ടാണെന്നറിയോ ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റികളും താമസിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം കേട്ടോ. ആൾക്കാരൊക്കെ വണ്ടി കൊണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു വലിയ പള്ളിയാണ് കേട്ടോ. ഞാൻ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. അവിടെ ഉൾവശത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ടാണ്. ആ ഷോറൂമിൻ്റെ ഉള്ളിൽ കണ്ടോ, വലിയ വലിയ നല്ല ഭംഗിയുള്ള കാറുകൾ കിടക്കുന്നുണ്ടേ. അപ്പൊ അതൊരു ബസ് സ്റ്റോപ്പാണേ. അപ്പൊ ഞങ്ങൾ റോഡിന്റെ നടുക്കിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടോ ഒരു റെസ്റ്റോറൻറ്റ് കാണാറുണ്ട്, കൈരളി റെസ്റ്റോറൻറ്റ്. മലയാളത്തിലാണ് കേട്ടോ ബോർഡൊക്കെ. പിന്നെ ഇതാ ഇവിടെ അമ്മച്ചിയുടെ അടുക്കള തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടുകടയും കാണാനുണ്ട്. ഇത് മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. അടിപൊളി, നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ അനുവാദം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എന്തൊരു ഭംഗിയാണ് ഈ പള്ളി കാണാനായിട്ട്. ഇത് പള്ളിയുടെ മറ്റൊരു വശമാണ് കേട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കുറേ കാക്ടസ് ചെടികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബഹ്റൈൻ സ്വദേശികൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മലയാളികളുടെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു മലയാളി ഗല്ലിയാണ്. പഴയ ബിൽഡിങ് കാണാനുണ്ട്.
ഉള്ളൊരു മലയാളി ഗല്ലിയാണ് കേട്ടോ, നിറച്ച് മലയാളികളുടെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ കാണുന്നതാണ് നമ്മുടെ ബഹ്റിൻ കേരള സമാജം. If you get better like next time, don't. ഇത് ചെയ്താൽ എന്ത് കിട്ടുന്ന പറഞ്ഞേ? നിങ്ങളൊക്കെ നാടൻ പാട്ട് കേൾക്കാൻ വന്നവരാണോ? ബാഡ്മിന്റൺ കളിക്കാൻ വന്നതാ? അല്ല, ഞാൻ മാത്രം നാടാൻ. ഇവനും പിന്നെ ഞാനും ഓക്കെ. ആണോ മോനാണോ? മോളാണ്. ഇത് എന്ത് വേഷം കിട്ടിയേക്കണേ? തെയ്യാണോ? ഇന്നെന്താ നാടൻ പാട്ടല്ലേ പരിപാടി? അപ്പൊ തെയ്യം ഉണ്ടോ അതില്? മോളുടെ പേരെന്താ? എവിടുന്നാ? കണ്ണൂരാ? തൃശ്ശൂരോ? തൃശ്ശൂർ എവിടെ? ആ, ഞാനും തൃശ്ശൂർക്കാരിയായിരുന്നു. ഞാനക്കൂട ആണ് എൻ്റെ കോസ്റ്റ്യൂം.
അപ്പോൾ ഓണപരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് നാടൻപാട്ടായിരുന്നു. ആരവം എന്ന് പറഞ്ഞ ഒരു ഓണപ്പാട്ടല്ല, നാടൻപാട്ടായിരുന്നു. ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. ഭയങ്കര ഓണം വൈബാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂട്ടാനായിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. ഓക്കേ, ഈ ബാലായിട്ട് കത്തുണ്ടോ നോക്കാനാ? ആ നോക്കാം. ആ കത്തുണ്ടല്ലോ. ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നാടൻപാട്ടൊക്കെ അടിപൊളി വൈബായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഇവിടെ എൻ്റെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ. ഇന്ന് മത്തങ്ങയും പയറും എലിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഓണത്തിരക്കിലായിരിക്കുമല്ലേ? നിങ്ങൾ ഓണക്കോടി എടുത്തോ? നിങ്ങളുടെ എല്ലാവരുടെയും ഓണവിശേഷങ്ങളും ഉത്രാട പാച്ചിലിന്റെ വിശേഷങ്ങളും ഒക്കെ എനിക്ക് കമന്റ് ഇട്ടോളൂ കേട്ടോ. എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. കമന്റ് ഇടാൻ മറക്കരുത്. എൻ്റെ വീഡിയോ മുഴുവനായി കാണുന്ന, ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു കിടിലൻ ഓണം ഞാൻ ആശംസിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ഏട്ടൻ അവിടെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ എന്താ ഇതിന്റെ പേര്? എരിശ്ശേരി, ചൂട് ചോറും പിന്നെ ഒരു മുട്ട ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.